ശുദ്ധിമാന്മാർ ഗണം കാഹളം കേൾക്കുമ്പോൾ വാനിൽ പോകും. കാത്തിരിക്കുന്നവൻ ശുദ്ധിമാന്മാർ ഗണം കാഹളം കേൾക്കുമ്പോൾ വാനിൽ പോകും. യേശു കർത്താവിന്റെ പൊന്മുഖം കാണുമ്പോൾ എത്രയോ സന്തോഷം സോദരരേ. യേശു കർത്താവിന്റെ പൊന്മുഖം കാണുമ്പോൾ എത്രയോ സന്തോഷം സോദരരേ. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ വന്നു തീർന്നു പോകും. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ വന്നു തീർന്നു പോകും. വാനസേനാഗണം നോക്കി നോക്കി നിന്നു അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. വാനസേനാഗണം നോക്കി നോക്കി നിന്നു അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. രാജനോടൊപ്പമായി പന്തിയിരിപ്പതു സത്യസഭ. ആരീവർ രാജനോടൊപ്പമായി പന്തിയിരിപ്പതു സത്യസഭ. പൊന്നേശു തമ്പുരാൻ ചിന്തിയ രക്തത്തിൻ ഫലമാം വിശുദ്ധ കൂട്ടമത്രേ. പൊന്നേശു തമ്പുരാൻ ചിന്തിയ രക്തത്തിൻ ഫലമാം വിശുദ്ധ കൂട്ടമത്രേ. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ വന്നു തീർന്നു പോകും. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ വന്നു തീർന്നു പോകും. വാനസേനാഗണം നോക്കി നോക്കി നിന്നു അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. വാനസേനാഗണം നോക്കി നോക്കി നിന്നു അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. പ്രതിഫലങ്ങൾ വിഭാഗിച്ചു കൊടുക്കും തൻ പേർക്കായി പാർത്തലെ വിശ്വസ്തരാൻ. പ്രതിഫലങ്ങൾ വിഭാഗിച്ചു കൊടുക്കും തൻ പേർക്കായി പാർത്തലെ വിശ്വസ്തരാൻ. ജീവിതം ചെയ്തതൻ ശുദ്ധിമാന്മാർ ഗണം വാങ്ങിടും സമ്മാനം ആ സദസ്സിൽ. ജീവിതം ചെയ്തത് ശുദ്ധിമാന്മാർ ഗണം വാങ്ങിടും സമ്മാനം ആ സദസ്സിൽ. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ വന്നു തീർന്നു പോകും. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ വന്നു തീർന്നു പോകും. വാനസേനാഗണം നോക്കി നോക്കി നിന്നു അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. വാനസേനാഗണം നോക്കി നോക്കി നിന്നു അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. തുടച്ചിടുമേ എന്ന് എത്രയോ
സന്തോഷം ആ സദസ്സിൽ. കണ്ണുനീരെല്ലാം തുടച്ചിടുമേ അന്ന്, എത്രയോ സന്തോഷം ആ സദസ്സിൽ. കുഞ്ഞാട്ടിൻ കല്യാണം ശാലയാം വാനത്തിൽ, കല്യാണ വേളയാഘോഷമത്രേ. കുഞ്ഞാട്ടിൻ കല്യാണ ശാലയാം വാനത്തിൽ, കല്യാണ വേളയാഘോഷമത്രേ. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ ജയം. ഹല്ലേലൂയാ വന്നു തീർന്നു പോകും. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ ജയം. ഹല്ലേലൂയാ വന്നു തീർന്നു പോകും. വാനസേനാഗണം നോക്കി നോക്കി നിന്നു, അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. വാനസേനാഗണം നോക്കി നോക്കി നിന്നു, അത്ഭുതപ്പെട്ടിടും ആ സദസ്സിൽ. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 14-15 വാക്യങ്ങൾ നാം ഇപ്രകാരം വായിക്കുന്നു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തി, അത് നിഴലാണ്. അതിൻ്റെ പൊരുൾ എന്താണ്? അതാണ് നമ്മുടെ വായിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു പറയുന്നത് മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. യഹൂദന്മാരുടെ പ്രമാണിയായ നിക്കോദീമോസിനോട് കർത്താവായ യേശുക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തു. നിക്കോദീമോസ് ഉപദേഷ്ടാവാണ്, ന്യായപ്രമാണം അറിയാവുന്ന വ്യക്തിയാണ്, ന്യായപ്രമാണം മുഴുവൻ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്, ജനത്തെ ഉപദേശിക്കുന്ന വ്യക്തിയാണ്. പറഞ്ഞു കൊടുത്തു, മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. നിഴലിൽ നിന്ന് പൊരുളിലേക്ക് വരേണ്ടതാണ്. പഴയ നിയമത്തിൽ അനേകം കാര്യങ്ങൾ നിഴലുണ്ട്, അതിൻ്റെ എല്ലാം പൊരുളാണ്, യാഥാർത്ഥ്യമാണ് പുതിയ നിയമത്തിൽ വരുന്നത്. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ മോശ ഉയർത്തിയതായ പിച്ചളസർപ്പത്തിലേക്ക് ഒരിക്കൽ നോക്കിയതുപോലെ ഇന്ന് വിശ്വാസികൾ നോക്കേണ്ടത് കർത്താവായ യേശുക്രിസ്തുവിലേക്കാണ്, അവൻ്റെ ക്രൂശിലേക്കാണ്. എന്തിനാണ് നോക്കുന്നത്? അതാണ് യേശുക്രിസ്തു വിശദീകരണം കൊടുക്കുന്ന 15-ാം വാക്യത്തിൽ. അവനിൽ വിശ്വസിക്കുന്ന ഏവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. അത് വിശ്വാസത്താൽ നിത്യജീവൻ സ്വന്തമാക്കേണ്ടതിന്. ഇന്നും അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റ് അനേകർ ഈ മരുഭൂമി യാത്രയിൽ മരിച്ചു കിടക്കുകയാണ്. ആത്മാവിൽ മരിച്ചവരാണ്, തളർന്നു കിടക്കുകയാണ്. അനേകം ദയനീയമായ അവസ്ഥയിലാണ്. ദൈവമായിട്ടൊരു ബന്ധമില്ല, നാവിൽ നിസ്തുല്യമായ സ്തുതിയില്ല. പരിതാപകരമായ അവസ്ഥയിൽ കഴിയുന്ന മനുഷ്യൻ. നിക്കോദീമോസിന്റെ കാര്യവും അത് തന്നെയാണ്. ഉപദേഷ്ടാവായ നിക്കോദീമോസ് പോലും നാവിൽ സ്തുതിയില്ല, സ്വന്തമായി നിത്യജീവനില്ല, മനുഷ്യപുത്രനുള്ള വിശ്വാസമില്ല. കർത്താവ് അതാണ് അവിടെ മറനീക്കി കാണിച്ചു കൊടുക്കുന്നത്. മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നിത്യജീവൻ പ്രാപിക്കേണ്ടത് തന്നെ. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെടുത്തിരിക്കുന്ന ഈ അന്ത്യകാല തലമുറയിലും ഇന്നത്തെ വിശ്വാസികൾക്ക് ആവശ്യമായിരിക്കുന്ന ഏക കാര്യം മനുഷ്യപുത്രനിലേക്ക് നോക്കിക്കൊണ്ട് നിത്യജീവൻ പ്രാപിക്കുക, വിശ്വാസത്തോടെ നോക്കി നിത്യജീവൻ സ്വന്തമാക്കുക. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് വാഗ്ദത്ത കനാനിലേക്കുള്ള യാത്രയിലായിരുന്നു. സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിൽ നാം ഒരു വ്യക്തമായി കാണുന്നുണ്ട്. അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ, പിന്നെ അവർ ഏതോ ദേശത്തെ ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കിൽ നിന്ന് ചെങ്കടൽ വഴിയായി യാത്ര പുറപ്പെട്ടു. വഴി നിമിത്തം ജനത്തിൻ്റെ മനസ്സ് ക്ഷീണിച്ചു. വഴി നിമിത്തം ഇസ്രായേൽ ജനത്തിൻ്റെ മനസ്സ് ക്ഷീണിച്ചു. പ്രിയപ്പെട്ടവര്, ഈ വാഗ്ദത്ത കനാനിലേക്കുള്ളതായ യാത്രയിൽ അവർക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം.
ഈ മരുഭൂമിയിലൂടെ കടക്കാൻ അവർക്ക് മടിയാണ്. വഴി നിമിത്തം ജനത്തിന് മനസ്സ് ക്ഷീണിച്ചു എന്ന് വായിക്കുന്നു. 5-ാം വാക്യത്തിൽ കാണാം, ജനം ദൈവത്തിനും മോശയ്ക്കും വിരോധമായി സംസാരിച്ചു. ജനം വഴി നിമിത്തം ക്ഷീണിച്ചപ്പോൾ അവർ ദൈവത്തിനും മോശയ്ക്കുമെതിരെ സംസാരിച്ചു. ഹൃദയം മാറിയില്ല. അവർ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നു. ഫറവോന്റെ അടിമത്തിൽ നിന്ന് അവരെ വിടുവിച്ചു. നിത്യനായ ദൈവം, സ്നേഹവാനായ ദൈവം തൻ്റെ കരുണയാൽ ആ ജനത്തെ ഫറവോന്റെ ഉരുക്കുമുട്ടിയിൽ നിന്ന് വിടുവിച്ചു. എന്നാൽ ഞങ്ങളെ വിടുവിച്ചവനായ ദൈവത്തിന് ഞങ്ങളെ വഴി നടത്തുവാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കേണ്ടതായിരുന്നു. വിശ്വസിച്ചില്ല. അവർ ജഡ സ്വഭാവമുള്ളവരായിരുന്നു. പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞാൽ അനേകർക്ക് മനസ്സിലാവുമോ? അവര് മിസ്രയീമിൽ നിന്ന് പോരുമ്പോൾ പെസഹ കുഞ്ഞാടിൻ്റെ മാംസം കഴിച്ചിട്ടാണ് പോകുന്നത്. ശക്തിമാന്മാരുടെ അപ്പം ദൈവം അവർക്ക് കൊടുത്തതാണ്. ദൈവം അവരോട് കൂടെയുണ്ട്. അവർക്ക് മുകളിലേക്ക് നോക്കിയാൽ പകൽ മേഘസ്തംഭമുണ്ട്, രാത്രി അഗ്നിസ്തംഭമുണ്ട്. അത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. നിത്യനായ ദൈവം മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തിന് ഒരു കുട പോലെ ഇവിടെ തലയ്ക്ക് മുകളിൽ നിന്നു സംരക്ഷണം. രാത്രിയിൽ അവിടെ മുമ്പ് പോയിട്ടില്ലാത്ത, അവർ നടന്നിട്ടില്ലാത്ത വഴികളിലൂടെ ദൈവം അവർക്ക് പ്രകാശമായി നിന്ന് കൊടുത്തു. മുകളിലേക്ക് നോക്കിയാൽ അവർക്ക് കാണാം, അവർ കാണുന്നുണ്ട്. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും അവർ കാണുന്നുണ്ട്. പക്ഷേ അവർക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവർ മോശയ്ക്കും ദൈവത്തിനും വിരോധമായി പിറുപിറുത്തു. അവരെന്ത് പറഞ്ഞു? മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഞങ്ങളിവിടെ മരിക്കാനാണോ കൊണ്ടുവന്നത്? ഞങ്ങളെ എന്തിനാണ് ഇങ്ങനെ കൊണ്ടുവന്നത്? ഇവിടെ അപ്പവുമില്ല, വെള്ളവുമില്ല, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വേദനാജനകമായ വാക്കുകളാണ് അവർ പറയുന്നത്. ഇവിടെ അപ്പവുമില്ല, വെള്ളവുമില്ല, ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പാകുന്നു. സ്വർഗത്തിലെ ദൈവം അവർക്ക് പൊഴിച്ചു കൊടുത്തതായ മന്ന, ജീവന്റെ മന്ന, ശക്തിമാന്മാരുടെ അപ്പം, അതവർക്ക് വെറുപ്പായി. ഇന്നും അതേ തലമുറയല്ലേ? ഇന്ന് സത്യവചനം ആർക്ക് വേണം? ഇന്ന് വേണ്ടത് കിഴവിക്കഥകളല്ലേ? മനുഷ്യനെ രസിപ്പിക്കുന്ന, സുഖിപ്പിക്കുന്നതായ വാക്കുകളല്ലേ അവർക്ക് വേണ്ടത്? കർശനമായ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ആർക്കെങ്കിലും മനസ്സുണ്ടോ? ഞങ്ങൾക്കിത് വെറുപ്പാകുന്നു എന്നാണ് അവരുടെ വാഗുകൊണ്ട് പറഞ്ഞത്. പ്രിയപ്പെട്ടവർ, അതേ തലമുറയിൽ നിന്നും നാം എത്തിയിരിക്കുന്നു. സത്യസുവിശേഷത്തിന് സ്ഥാനമില്ലാത്തതായ ഒരു തലമുറയായി പോയിരിക്കുന്നു. അവർക്ക് വചനം കേൾക്കണ്ട. അവർക്ക് ഈ ജഡത്തിൻ്റെ ഇമ്പങ്ങളിൽ നിന്നാൽ മതി. അവർക്ക് ഈ ലോകത്തിലെ സുഖങ്ങളിൽ മുഴുകി ജീവിച്ചാൽ മതി. എത്രയോ പരിതാപകരമായ അവസ്ഥയാണ്. നമുക്കെൻ്റെ 6-ാം വാക്യത്തിലേക്ക് വരാം. അപ്പോൾ യഹോവ ജനത്തിന്റെ ഇടയിൽ അഗ്നിസർപ്പങ്ങളെ അയച്ചു, അവ ജനത്തെ കടിച്ചു. ഇസ്രായേലിൽ വളരെ ജനം മരിച്ചു. എപ്പോഴാണ് ദൈവം ജനത്തിൻ്റെ ഇടയിലേക്ക് അഗ്നിസർപ്പങ്ങളെ അയച്ചത്? ഈ മന്ന ഞങ്ങൾക്ക് വെറുപ്പാണെന്നവർ പറഞ്ഞപ്പോൾ, ഈ വഴി ഞങ്ങൾക്ക് ദുർഘടമാണെന്നവർ പറഞ്ഞപ്പോൾ, അവർ ദൈവത്തെ നിരസിച്ചു കളഞ്ഞപ്പോൾ, പ്രിയപ്പെട്ടവർ, പാപം ചെയ്യുന്ന മനുഷ്യൻ ദൈവത്തോട് മത്സരിക്കുകയാണ്. അവന് പാപം അവൻ്റെ ജീവിതത്തിൽ അനിവാര്യമാണ്. അവൻ ആ പാപത്തിലാണ് രസിക്കുന്നത്, അവൻ പാപത്തിലാണ് സുഖിക്കുന്നത്. ഇന്നത്തെ തലമുറയിലേക്ക് നിങ്ങൾ നോക്കൂ. മേൽ തൊട്ടടിയോളം നിങ്ങൾ നോക്കിക്കൊള്ളൂ. എവിടെയും പാപമയം. ആർക്കും വെറുപ്പില്ല. അത് ഉപേക്ഷിക്കണമെന്ന് ആരും പറയുന്നില്ല. അതിനെ താലോലിച്ചുകൊണ്ട് എല്ലാവരും നടക്കുന്നു. സ്തോത്രം. ദൈവം യഹോവ അവരുടെ ഇടയിലേക്ക് അഗ്നിസർപ്പങ്ങളെ അയച്ചു എന്ന് നമ്മുടെ വായിക്കുന്നുണ്ട്. അത് ദൈവം അന്നേരം ഓരെ കടിക്കാൻ വേണ്ടി അയച്ചതല്ല. ആ മരുഭൂമി അഗ്നിസർപ്പങ്ങളും തേളുമുള്ള സ്ഥലമാണ്. എന്നാൽ ഈ കാലങ്ങൾ എത്രയും മാറാ മരുഭൂമിയിലൂടെ നടന്നിട്ട് ഈ അഗ്നിസർപ്പങ്ങൾ അവരെ കടിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അവർ കൃപയുടെ വലയത്തിലായിരുന്നു. സഹോദരീ സഹോദരങ്ങൾ, എന്നും നാം പാപത്തെ സ്നേഹിച്ചും പാപത്തിൻ്റെ മട്ടൂറ്റി കുടിച്ചുകൊണ്ട് നാം ഇന്ന് ജീവിക്കുമ്പോൾ അഗ്നിസർപ്പങ്ങൾ നമ്മളെ കടിക്കാത്തത്, നാം തകർന്ന് വീഴാത്തത് കൃപയുടെ വലയത്തിൽ നാം നിൽക്കുന്നത് കൊണ്ടാണ്. മറന്നുപോര്. എന്നാൽ അവർ മന്നയെ തേച്ചു കളഞ്ഞപ്പോൾ
അതിന് വെറുപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അവർ ദൈവത്തിൻ്റെ മോശകപരമായി പിറുപിറുത്തപ്പോൾ കൃപാവലയം മാറിപ്പോയി, സംരക്ഷണം പൊളിഞ്ഞുപോയി. ഇനി അഗ്നിസർപ്പങ്ങൾക്ക് നിർഭാരം കടന്നു വരാം, അവരുടെ പാളയങ്ങളിലേക്ക് കടന്നു വരാൻ ഒരു പ്രയാസവുമില്ല. എന്നത്തെ വിശ്വാസിയുടെ ഹൃദയത്തിൽ ആര് വസിക്കുന്നു? ക്രൂശിക്കപ്പെട്ടവനായ മനുഷ്യപുത്രനോ അതോ അഗ്നിസർപ്പമോ? അവൻ്റെ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ആരവനെ ഭരിക്കുന്നു, നയിക്കുന്നു, നിയന്ത്രിക്കുന്നു? ശാന്തമായി ചിന്തിക്കുമോ? നമ്മളിവിടെ കടന്നു പോകുന്ന ചിന്തകൾ എന്തൊക്കെയാണ്? മോഹങ്ങളാണോ? ഈ ലോകത്തിലെ ഇമ്പങ്ങളാണോ? ഈ ലോക സൗന്ദര്യവും ഈ ലോകത്തിലെ സുഖങ്ങളുമാണോ? അവിടെ സാത്താനാണ് വസിക്കുന്നത്. അതാണ് യാക്കോബ് പറയുന്നത്, മനുഷ്യൻ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം കൊടുത്തിട്ട് മരണത്തെ പിറന്നു. അവൻ മോഹിക്കുന്നുവെങ്കിൽ ആ മോഹം അവനിൽ വരുത്തുന്നത് അവൻ്റെ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിലിരിക്കുന്ന സാത്താനാണ്. അവനെ ഭരിക്കുന്നത് സാത്താനാണ്, അവനെ നിയന്ത്രിക്കുന്നത് സാത്താനാണ്. പ്രിയപ്പെട്ടവർ, ഈ സത്യം തിരിച്ചറിയാൻ ആർക്ക് കഴിയുന്നുണ്ട്? കണ്ണുകൾ അടഞ്ഞുപോയിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ കണ്ണുകൾ അടഞ്ഞുപോയി. അവരുടെ കണ്ണുകൾ ഉയരത്തിലേക്കല്ല, അവരാ മരുഭൂമിയിലേക്കാണ് നോക്കുന്നത്. ആ മരുഭൂമി എങ്ങനെയുള്ളതാണ്? ആ മരുഭൂമി അഗ്നിസർപ്പങ്ങളും തേളും വെള്ളമില്ലാതെ വരൾച്ചയുമുള്ളതായ മരുഭൂമിയാണ്. എന്തിനാണ് ദൈവം ഈ മരുഭൂമിയിലൂടെ നടത്തുന്നത്? പ്രിയപ്പെട്ടവർ, ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ മനുഷ്യരല്ല ആശ്രയിക്കേണ്ടത്, ഈ ലോകത്തിലല്ല നാം നമ്പേണ്ടത്, ദൈവത്തിൽ ആശ്രയിക്കണം. ആശ്രയം പഠിപ്പിക്കുകയാണ്. നാം ആശ്രയിക്കാൻ പഠിക്കേണ്ടവരാണ്. അതിലേക്ക് ദൈവം നടത്തുകയാണ്. പരീക്ഷകളിലൂടെ ജയമുള്ളൂ, ജയിച്ചാലേ പ്രമോഷനുള്ളൂ. സ്തോത്രം. പ്രിയമുള്ളവർ, ജയിക്കുന്നവർക്കാണ് വാഗ്ദത്ത കനാൻ ദൈവം ഒരുക്കിയിരിക്കുന്നത്. അവിടെ എത്തണ്ടേ? അവിടെ എത്തണമെങ്കിൽ നാം ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ ഈ മരുഭൂമിയിലൂടെ നാം യാത്ര ചെയ്തേ പറ്റൂ. എന്നാൽ ആ ജനം മത്സരിച്ചു, ദൈവം മറുതലിച്ചു. എന്തുണ്ടായി? സംഖ്യാപുസ്തകം 21 അധ്യായം 8-9 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. യഹോവ മോശയോട്, ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക, കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമ്രം കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവൻ താമ്രസർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. സ്തോത്രം. നിത്യനായ ദൈവം മോശയോട് പറഞ്ഞു, ഒറ്റ പരിഹാരമാർഗമേ ഉള്ളൂ. മോശ പ്രാർത്ഥിച്ചു, ദൈവമേ, ഇത് നിന്റെ ജനമാണ്, ആ ജനം മരിക്കുന്നു. വളരെ ജനം മരിച്ചു എന്ന് അവിടെ വായിച്ചു കേട്ടു. കർത്താവേ, നീ കൊണ്ടുവന്ന ജനം നശിക്കുന്നു, മരിക്കുന്നു, നീ ഈ അഗ്നിസർപ്പത്തെ മാറ്റണമേ. മോശ പ്രാർത്ഥിച്ചു. ആ മരുഭൂമിയിൽ നിന്ന് അഗ്നിസർപ്പത്തെ മാറ്റുവാൻ ദൈവത്തിന് പോലും സാധ്യമല്ല. എന്താണ് കാരണം? ഇസ്രായേൽ ജനത്തിൻ്റെ ഹൃദയം അവിടേക്ക് തുറന്നിരിക്കുന്നു. അവിടെ സർപ്പത്തിന് അവകാശമുണ്ട്, ദൈവത്തിന് പോലും സാധ്യമല്ല. പ്രിയപ്പെട്ടവർ, ഈ വലിയ സത്യം നിങ്ങളൊന്ന് ഗ്രഹിക്കണമേ. സർവശക്തനായ ദൈവമെന്ന് നാം പഠിക്കാറുണ്ട്. എന്നാൽ ഇസ്രായേൽ ജനത്തിൻ്റെ പാളയങ്ങളിൽ ഈ അഗ്നിസർപ്പം കടന്നു വന്നത്, ഇസ്രായേൽ മക്കളിൽ അനേകരെ കടിച്ചത്, അവിടെ വയറ്റിൽ കിടക്കുന്നത് മന്നയാണ്, ദൈവം കൊടുത്ത മന്നയാണ്. അവർ കുടിക്കുന്നത് ദൈവം കൊടുത്ത തീക്കൽപ്പാറയിലെ വെള്ളമാണ്. അവരെ നടത്തുന്നത് ദൈവമാണ്. മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലുമാണ് അവർ യാത്ര ചെയ്യുന്നത്. എല്ലാം സത്യമാണ്. പക്ഷേ അഗ്നിസർപ്പത്തയുടെ പാളയങ്ങളിൽ നിന്ന് മാറ്റാൻ സാധ്യമല്ല. അവിടെ ഹൃദയം സർപ്പത്തിങ്കിലേക്ക് ചാഞ്ഞിരിക്കുന്നു. ശാന്തമായി ചിന്തിക്കൂ. ക്രൂശിൽ പിടഞ്ഞു മരിച്ച കർത്താവായ യേശു ക്രിസ്തു, അവൻ ആർദ്രതയോടും മനസ്സലിവോടും കൂടെ തൻ്റെ പ്രിയജനത്തെ നോക്കി. ആ ആർദ്ര സ്നേഹം കാണുവാൻ ആർക്ക് കഴിയുന്നുണ്ട്? അവൻ എന്നെ നോക്കി കരയുന്നു, അവൻ എന്നെ ആശയോടെ വിളിച്ചിരിക്കുന്നു. ഈ അന്ത്യകാല തലമുറയിൽ അവൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ ദൈവം എന്നെ കണ്ടിരിക്കുന്നു. എത്ര പേർക്ക് ആ ബോധ്യമുണ്ട്? എത്ര പേരതിനു വേണ്ടി തങ്ങളെ തന്നെ വേർതിരിക്കുന്നുണ്ട്, തങ്ങളെ തന്നെ സമർപ്പിക്കുന്നുണ്ട്? അപ്പോസ്തലനായ പൗലോസ് പറയും, എബ്രായ ലേഖനം 12 അധ്യായം 2 വാക്യം, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക.
വേറെ ഒരിടത്തേക്ക് നോക്കുവാനൊരു വിശ്വാസിക്ക് അവകാശമില്ല. സഹോദരീ സഹോദരങ്ങളെ, നാം അങ്ങനെയാണോ? പ്രശ്നങ്ങൾ വരുമ്പോൾ, പരീക്ഷകൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ നാം എവിടേക്കാണ് നോക്കുന്നത്? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശു. ഇന്ന് അനേകർ വിശ്വാസത്തോടെ നോക്കുന്നില്ല, നിത്യജീവൻ പ്രാപിക്കുന്നില്ല, സാത്താനെ ജയിക്കാനുള്ള ശക്തി സ്വന്തമായി അവർ ആർജിക്കുന്നില്ല. എല്ലാ പ്രൊവിഷനും ദൈവം കൊടുത്തിട്ടുണ്ട്. ഈ ഭൂമിയിൽ തന്നെ എല്ലാ സാധ്യതകളും ദൈവം കൊടുത്തിട്ടുണ്ട്. പക്ഷേ മനുഷ്യൻ അവൻ കീഴോട്ട് കുമ്പിട്ടിരിക്കുകയാണ്. ഈ ഭൂമിയിലേക്ക് നോക്കിയിരിക്കുകയാണ്. ഈ ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് നടക്കുകയാണ്. നിർഭാഗ്യകരമായ അവസ്ഥയാണ്. ഒരഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക. കടിയേൽക്കുന്നവരാരും ഏതൊരുവനായാലും അവൻ ആ അഗ്നിസർപ്പത്തിലേക്ക് നോക്കിയാൽ അവൻ ജീവിക്കും. വചനം കൊടുത്തു, നിത്യനായ ദൈവം വചനം കൊടുത്തു. നമ്മൾ വായിച്ചു കേട്ടു. അങ്ങനെ മോശയെ താമ്രം കൊണ്ട് സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ടവൻ താമ്ര സർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. സ്തോത്രം. പരിഹാരം പറഞ്ഞു കൊടുത്തു. പാവത്തിനെ തൊടുകയില്ല. പാവത്തിനെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല ഈ തലമുറയിൽ. പരിഹാരം പറഞ്ഞു കൊടുത്തു. പിച്ചർ സർപ്പത്തിലേക്ക് നോക്കുക. മോശ തൂക്കിയ പിച്ചർ സർപ്പത്തിലേക്ക് നോക്കുക. ക്രൂശിക്കപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നോക്കുക. ഇന്ന് അവിടേക്കാണോ നാം നോക്കുന്നത്? നമ്മുടെ ആശ്രയം ഇന്ന് അവിടെയാണോ? അല്ലല്ലോ പ്രിയപ്പെട്ടവരെ, മാറിപ്പോയല്ലോ. വളരെ വ്യക്തമായി മാറിപ്പോയി. വേറെ ദിവസം വളരെ വ്യക്തമായി പറയുന്നു, ദൈവത്തിന് അഗ്നിസർപ്പങ്ങളെ മാറ്റുവാൻ കഴിഞ്ഞില്ല. അവിശ്വാസികളായ ജനത്തെ കർത്താവിനെ തന്നെ സ്വന്തം ജനമാക്കി തീർക്കാൻ സാധ്യമല്ല. അവിടെ പാളയങ്ങളിൽ നിന്ന് അഗ്നിസർപ്പത്തെ മാറ്റാൻ സാധ്യമല്ല. ഇവിടെ ഞാനും നിങ്ങളും നിന്നേ മതിയാവൂ. ഞാനും നിങ്ങളും പാപത്തെ വെറുതെ മതിയാവൂ. നാം ഓരോരുത്തരും സാക്ഷികളായി എഴുന്നേറ്റേ മതിയാവൂ. എന്താണ് സംഭവിച്ചത്? അവിടെ തന്നെ അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റ് തളർന്നു കിടന്നവരുണ്ട്, മയങ്ങിക്കിടന്നവരുണ്ട്, മരിക്കാറായി കിടന്നവരുണ്ട്. എന്നാൽ മോശ പറഞ്ഞു, അഗ്നിസർപ്പത്തിൻ്റെ കടിയേക്കുന്ന ആരും ആ പിച്ചർ സർപ്പത്തിലേക്ക് നോക്കിയാൽ രക്ഷപ്പെടും. കൃത്യമായി പറഞ്ഞു കൊടുത്തു. പലരും ബുദ്ധിയിൽ ചിന്തിച്ചു, സർപ്പം കടിച്ച് എൻ്റെ ശരീരത്തിലൂടെ വിഷം വ്യാപിക്കുമ്പോൾ അങ്ങ് മരുഭൂമിയിലുള്ളതായ പിച്ചർ സർപ്പത്തിലേക്ക് നോക്കിയാൽ എൻ്റെ വിഷം പോകുന്നത് എങ്ങനെ? ബുദ്ധിമാന്മാർ നോക്കിയില്ല, അവരെല്ലാം മരിച്ചു. എന്നും മാനുഷിക ബുദ്ധിയിൽ ക്രൈസ്തവ ജീവിതം കൊണ്ടു നടക്കുന്നവർ അവരാത്മാവിൽ മരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുന്നു, തകർന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ ആയുസ് പാഴായിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവർ, വളരെ നിസ്സാരമായൊരു കാര്യം, പിച്ചർ സർപ്പത്തിലേക്ക് നോക്കുക. മോശ ഉയർത്തിയ പിച്ചർ സർപ്പത്തിലേക്ക് നോക്കുക. കടിയേറ്റവരെല്ലാം ജീവിച്ചു. ആരും മരിച്ചില്ല, എല്ലാവരും ജീവിച്ചു. അങ്ങനെ ജീവിച്ച ഒരാളുണ്ടെങ്കിൽ അവൻ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ വചനം കേൾക്കുന്ന സഹോദര സഹോദരി, നീ ആ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നോക്കി രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്ന വ്യക്തിയാണോ? പാപത്തിന്മേൽ ജയം കിട്ടിയ വ്യക്തിയാണോ? നീ ക്രിസ്തുവിന് സാക്ഷിയായി ഇപ്പോൾ എഴുന്നേൽക്കേണ്ട സമയമാണ്. കർത്താവിന് രണ്ടാമത്തെ വരവ് ഏറ്റവും ആസന്നമാണ്. ആത്മാക്കളെ നേടണ്ടേ, ഓടി നടക്കണ്ടേ. അങ്ങനെ രക്ഷപ്പെട്ടവർ, ആ പിച്ചർ സർപ്പത്തിലേക്ക് നോക്കി രക്ഷപ്പെട്ടവർ അവരോരോ പാളയങ്ങളിലേക്കും ഓടിച്ചെന്നു. അവിടെ തളർന്ന് മരിക്കാൻ കിടക്കുന്ന ഓരോരുത്തരോടും പറഞ്ഞു, സഹോദരാ, നീ മരിക്കണ്ട, ഞാൻ നിന്നെപ്പോലെ കിടന്നവനാണ്. ഞാനിതാ പിച്ചർ സർപ്പത്തിലേക്ക് നോക്കി, ഞാൻ ജീവിച്ചു. നീ എന്നെ നോക്ക്, നീ ആ പിച്ചർ സർപ്പത്തിലേക്ക് നോക്ക്. സ്തോത്രം. ഞാൻ നിനക്ക് സാക്ഷി. പിച്ചർ സർപ്പത്തിലേക്ക് നോക്കൂ, രക്ഷ പ്രാപിക്കൂ. സ്തോത്രം. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനെ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഈ അന്ത്യകാല തലമുറയിൽ കർത്താവ് രണ്ടാമത്തെ വരവേറ്റവും അടുത്തിരിക്കുന്നതായ ഈ സമയത്ത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും യേശുവിലേക്ക് നോക്കാം, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിലേക്ക് നോക്കാം. പ്രിയപ്പെട്ടവർ, അവർ നമ്മുടെ അടുത്തുണ്ട്. ആ സത്യം നിങ്ങൾക്കറിയാമോ? ഒരു കൊടും പാവി ഈ ഭൂമിയിലേതൊരവസ്ഥയിലായാലും അവനായിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് എൻ്റെ രക്ഷകനായ യേശുവേ എന്ന് വിളിച്ചാൽ ആ രക്ഷകൻ്റെ അരികിലേക്ക് ഓടിയെത്തും. അതാണ് അവൻ്റെ സ്നേഹം. അതാണ് സൃഷ്ടിയോടുള്ള സൃഷ്ടാവിൻ്റെ സ്നേഹം. നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? പാവപ്പെട്ട ഞാൻ അനുഭവിച്ചുകൊണ്ടാണെന്ന് പറയുന്നത്.
ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റവർ ആര് നോക്കിയാലും നോക്കുന്നവർ ജീവിക്കും. ആരാണ് അവരെ ജീവിപ്പിക്കുന്നത്? മോശയാണോ? ഈ പറഞ്ഞു കൊടുത്തവരാരെങ്കിലും ആണോ? അല്ല. പിച്ചറ സർപ്പമാണോ ജീവിപ്പിച്ചത്? അല്ല. നിങ്ങളുടെ മർമ്മം മനസ്സിലാക്കുക. അവരാരുമല്ല ഈ അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റ് മരിക്കാൻ പോകുന്നവരെ രക്ഷിച്ചത്. മോശയല്ല, അഹറോനല്ല, ആ പിച്ചർ സർപ്പവുമല്ല, അവനോട് പോയി പറഞ്ഞ ജീവിക്കുന്നവരാരുമല്ല. അവരെല്ലാം വെറും കുഴലുകൾ, വെറും കർത്താവിൻ്റെ കഴുതകൾ. കർത്താവിലേക്ക് നോക്കുക, രക്ഷകരിലേക്ക് നോക്കുക, വീണ്ടെടുപ്പുകാരിലേക്ക് നോക്കുക, സാക്ഷാൽ മിശിഹായിലേക്ക് നോക്കുക. ഇപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തേണ്ടതാണ്. പ്രിയപ്പെട്ടവർ, നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ തളർന്നു കിടക്കുക നിങ്ങൾ കാണുന്നില്ലേ? നമ്മുടെ സഹോദരങ്ങൾ ഈ ഭൂമിയിൽ അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റ് തളർന്നു കിടക്കുക നിങ്ങൾ കാണുന്നില്ലേ? എന്താണ് പോംവഴി? വേറെ പോംവഴിയൊന്നുമില്ല. ആ പിച്ചസർപ്പത്തിലേക്ക് നോക്കി രക്ഷ പ്രാപിച്ചിട്ട് നീ പോയി സാക്ഷികളായി നിൽക്കുക. ഞാൻ ഇതുപോലെ കിടന്നതാണ്, ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു, ഞാൻ ജീവൻ പ്രാപിച്ചിരിക്കുന്നു, ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ജീവിക്കുന്നു. എന്നെ കണ്ടിട്ട് നിങ്ങൾ ക്രിസ്തുവിലേക്ക് നോക്കുക. പറഞ്ഞു കൊടുക്കാൻ ഈ തലമുറയിൽ ആരെങ്കിലും ഉണ്ടോ? കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി വഴിയൊരുക്കുവാൻ ആരെങ്കിലും ഉണ്ടോ? കർത്താവാസിയോടെ നോക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 3, 4, 5 വാക്യങ്ങളിൽ നിത്യനായ ദൈവം മോശയിലൂടെ ഇസ്രായേൽ ജനത്തിന് കൽപ്പന കൊടുത്തു. നമുക്ക് വായിച്ചു കിടക്കാം. പുറപ്പാട് 20:3 മുതൽ. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. സ്തോത്രം. പ്രിയപ്പെട്ടവര്, സ്നേഹവാനായ ദൈവം ആ ജനത്തിന് അനുസരിക്കുവാൻ വചനം കൊടുത്തു. അവർക്ക് ജീവിക്കുന്നതിനുള്ളതായ വചനമാകുന്ന മന്നെ അവർക്ക് ആദ്യം കൊടുത്തു. എന്താണ് ദൈവം പറഞ്ഞത്? ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ദൈവം ഒരുവൻ മാത്രം, അവൻ നിത്യനായ ദൈവം, നിങ്ങളെ വിടുവിക്കുന്ന ദൈവം, അടിമ വീടായ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചവനായ ദൈവം. ആ ദൈവമല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ശാന്തമായി ചിന്തിക്കൂ. ഇന്ന് എൻ്റെ ദൈവം ആരാണ്? ഇനി ഞാൻ ആരിലാണ് ആശ്രയിക്കുന്നത്? ഇനി ഞാൻ എവിടെയാണ് നോക്കുന്നത്? എങ്ങനെയും പണമുണ്ടാക്കണം, എങ്ങനെയും മറ്റുള്ള മുമ്പിൽ ഉയർച്ച പ്രാപിക്കണം. അത് സാത്താൻ തരുന്നതല്ലേ? അത് മമ്മോൻ്റെ വഴികളല്ലേ? ദൈവത്തെയും മമ്മോനെയും കൂടെ സേവിപ്പാൻ ആർക്കെങ്കിലും കഴിയുമോ? ഇല്ല എന്ന് വളരെ വ്യക്തമായി വചനം പറയുന്നു. ഈ ലോകത്തെ സ്നേഹിക്കുന്നവൻ, എങ്ങനെയും പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്നവൻ, അവൻ മമ്മോൻ്റെ സ്നേഹിതനാണ്, അവൻ ഈ ലോകത്തിൻ്റെ സ്നേഹിതനാണ്, അവൻ ദൈവത്തിൻ്റെ ശത്രുവാണ്. ഞാനല്ലാതെ എൻ്റെ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. വീണ്ടും നിത്യനായ ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടി. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് താഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നെൻ്റെ പ്രതിമയും അരുത്. ദൈവത്തിന് സ്വന്തം. പ്രിയപ്പെട്ടവർ, സ്നേഹവാനായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവനെ അനുഗ്രഹിക്കുമ്പോൾ ഉൽപ്പത്തി 1:28 കാണാം. ആകാശത്തിലും ഭൂമിയിലും സമുദ്രത്തിലുമുള്ള സകലത്തിൻ്റെ മേലുമുള്ള അധികാരം അവന് കൊടുത്തു. സകലത്തെയും അടക്കി ഭരിക്കുവാനുള്ള അധികാരം അവന് കൊടുത്തു. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, മേലാകാശത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് താഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നെൻ്റെയും പ്രതിമ നീ ഉണ്ടാക്കരുത്, നമസ്കരിക്കരുത്, അതിനെ വണങ്ങരുത്. പാപമാണ്. സ്തോത്രം. നമ്മുടെ കണ്ണുകൾ വേറെ എവിടേക്കെങ്കിലും പോയോ? കർത്താവായ രക്ഷകനായ ക്രിസ്തുവിലേക്ക് എല്ലാവരും എവിടേക്കെങ്കിലും പോയിട്ടുണ്ടോ? നാം വേറെ എവിടെയെങ്കിലും ആശ്രയിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട വിശ്വാസികളെ, നിങ്ങൾ ഒന്ന് ചിന്തിക്കൂ. എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്? നമുക്ക് തിരുത്താൻ സമയമായോ? സ്തോത്രം. നിങ്ങൾ തിരുത്തുന്നുവെങ്കിൽ ക്രൂശിലേക്ക് നോക്കാം. ക്രൂശിൽ നിന്ന് ഒഴുകി വരുന്ന ആ രക്ഷ നിങ്ങൾക്ക് സ്വന്തമാക്കാം.
നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീക്ഷ്ണതയുടെ ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും. ഇനി ദോഷത്തിലേക്ക് തലമുറ പോയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്നത്തെ യുവ തലമുറ നിത്യനാശത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? അനേകർ കരയുന്നുണ്ട്, അനേകർ കണ്ണീരൊഴുക്കുന്നുണ്ട്, അനേകർ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടാറുണ്ട്. എന്തുകൊണ്ട്? സഹോദര സഹോദരി, നീയാണ് തിരുത്തേണ്ടത്. നീ തിരുത്തിയാൽ നിനക്ക് നിന്റെ മക്കളെ കാണിച്ചു കൊടുക്കും. മോനെ, എന്നെ നോക്കി ജീവിക്ക്, ഞങ്ങളെ നോക്കി ജീവിക്ക്. അവർ തെറ്റിദ്ധരുത്തി മടങ്ങി വരും. അവരെ മടക്കി വരുത്താൻ ഒരു ദൈവമുണ്ട്. നീ ദൈവമായുള്ള ബന്ധം സ്ഥാപിക്കൂ. ദൈവത്തിലേക്ക് നിങ്ങൾ അടുത്ത് വരൂ. ദൈവത്തോട് നിങ്ങൾ വാക്ക് പറയൂ. പ്രിയപ്പെട്ടവർ, ഇപ്പോൾ നിങ്ങൾക്ക് ഇനി മുതൽ ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കാം എന്നൊരു തീരുമാനം നിങ്ങൾക്ക് വരുന്നുണ്ടോ? നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ അവസരത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ മരുഭൂമിയിൽ അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റ് തളർന്ന് കിടക്കുന്ന ഞങ്ങൾ, പാപത്തിന് അടിമത്തലായിപ്പോയ ഞങ്ങൾ, സാത്താൻ്റെ ചങ്ങലയിലായിപ്പോയ ഞങ്ങൾ ഇപ്പോൾ ആശയോടെ അതിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഈ കിടക്കുന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് തന്നെ നോക്കാനേ കഴിയുകയുള്ളൂ. കർത്താവെ, സഹായിപ്പാനോടൊന്ന് വരണമേ. ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട്. യേശുവിൻ്റെ രക്തം സകല പാപവും ശുദ്ധീകരിക്കുന്നു. ആ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ശത്രുവിൻ്റെ സകല അവകാശത്തെ ഞങ്ങൾ നയിക്കണമേ, ഞങ്ങളിതിനെ സ്വന്തമാക്കി തീർക്കണമേ. താവേ, ഈ അന്ത്യകാല തലമുറയിൽ നിങ്ങൾക്ക് സൗജന്യമായി തരുന്ന നിത്യജീവൻ അനുഭവിച്ചുകൊണ്ട് അത് ഞങ്ങളുടെ തലമുറകളിലേക്ക് പകർന്നുകൊണ്ട് ഈ തലമുറയിൽ ജീവിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. എല്ലാവരും അനുഗ്രഹിക്കണമേ. രണ്ടാമത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. മാനവും മഹത്വത്തോടെ എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.